ദൈവവചനത്തില് നമ്മള് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് ആരാധന എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഇവിടെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു, അവർ ഇസ്രായേല്യർ, ന്യായപ്രമാണവും നിയമങ്ങളും ആരാധനയും വാഗ്ദത്തവും അവർക്കുള്ളത്. ഇപ്പൊ നമ്മള് ന്യായപ്രമാണവും നിയമം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് അതിനുള്ള പ്രമാണങ്ങളും നിയമങ്ങളും അവരുടെ കയ്യിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നതനുസരിച്ച് അവരെ വിശേഷ ജാതി എന്നാണ് അവരെ കുറിച്ച് തന്നെ പറയുന്നത്. കാരണം ഇത്ര ശക്തമേറിയ ന്യായപ്രമാണമുള്ള ഒരു ജനതയില്ല. അതുകൊണ്ട് അവരതിനെ വളരെ അഭിമാനത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത്ര ശ്രേഷ്ഠ ജാതി, ഇത്ര ശ്രേഷ്ഠമായ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും വിധികളുമുള്ള വേറൊരു ജാതിയില്ല. അപ്പൊ ന്യായപ്രമാണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു അഭിമാനമാണ്. അവിടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ അവർ കണ്ടൊരു കാര്യം. അപ്പൊ ന്യായപ്രമാണം ഉണ്ട്, ആ ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും അവരുടെ കയ്യിലുണ്ട്. അതായത് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഈ കൽപ്പനകൾ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കും. ആ നിയമങ്ങളും കൽപ്പനകളും 10 കൽപ്പനകൾ നൽകിയിരിക്കുകയാണ്. ആ കൽപ്പനകൾ എങ്ങനെ അനുസരിക്കണമെന്ന പ്രമാണങ്ങൾ അവരുടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങളുടെ പ്രമാണിക്കണം. നിയമങ്ങൾ 10 നിയമങ്ങളാണ്. ആ നിയമങ്ങളെ എങ്ങനെ പ്രമാണിക്കണം എന്നത് അവരുടെ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശബത്തിനെ വിശുദ്ധമായി ആചരിക്കുക എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നിന്നു. പക്ഷെ ശബത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. എവിടെ വരെ, എത്ര ദൂരം നടക്കാം, എന്തെന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്ത് കാര്യങ്ങൾ ചെയ്തുകൂടാ, ഈ കാര്യങ്ങളെല്ലാം അവിടെ എടുത്തു പറയും. വ്യഭിചാരം ചെയ്യരുത് എന്ന വാക്ക് ഒറ്റ വാക്കി നിർത്തുമ്പോൾ എന്തൊക്കെയാണ് ആ വാക്കിൽ അർത്ഥമാക്കുന്നത്, കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്. അപ്പൊ അവിടെ ഇവരുടെ കയ്യിൽ മാത്രമേ പ്രമാണങ്ങൾ, നിയമമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രത്യേകത, യാഗം അർപ്പിക്കണമെന്നവർ കേൾക്കുമ്പോഴും എങ്ങനെ യാഗം അർപ്പിക്കേണ്ടത് അറിയില്ലല്ലോ. അപ്പൊ ആ യാഗത്തിന്റെ നിയമങ്ങളല്ല ഇവരുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ആരാധന ഇവർക്കുള്ളതാണ്. അപ്പൊ ഈ ആരാധന എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ആരാധന എന്ന വാക്ക് നമ്മൾ ആദ്യം കാണുന്നത്, അതിന്റെ ആ യഥാർത്ഥ മീനിങ്ങിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ്. അബ്രഹാം വേലക്കാരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആരാധന ആരംഭിച്ചു എന്ന് നമ്മൾ കാണും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കായീനും ആബേലും യഹോവയ്ക്ക് യാഗം അർപ്പിച്ച യാഗം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ അർപ്പിച്ച യാഗത്തിലും ഹാബേലിന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അപ്പൊ യാഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ്. അപ്പൊ 2 കാര്യങ്ങളിലാണ് യാഗം അവർ അർപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്. അത് 2 കാരണങ്ങളുണ്ടോ. ഒന്ന്, അവർക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യസാധ്യം വേണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. 2, അവരുടെ മനസാക്ഷിയിൽ തെറ്റുപറ്റുമ്പോൾ കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ പരിഹരിക്കപ്പെടാനായിട്ട് യാഗം അർപ്പിക്കണം. ഈ 2 കാര്യത്തിൽ അവർ യാഗം അർപ്പിക്കും. ഈ 2 കാഴ്ചപ്പാടോടുകൂടി അവർ യാഗം അർപ്പിക്കും. അപ്പൊ ഈ 2 കാഴ്ചപ്പാടിൽ അവർ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ യാഗം അർപ്പിച്ചപ്പോൾ ഈ കായീനിലും ദൈവം പ്രസാദിച്ചു, ഹാബേലിലെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അപ്പൊ അങ്ങനെ യാഗം ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടാണ് ഇവർ അർപ്പിച്ചിരുന്നത്. എന്നാൽ ആ യാഗത്തിന്റെ പ്രമാണം, വ്യവസ്ഥ ന്യായപ്രമാണ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 20-ാമത്തെ അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിൽ ദൈവം കൽപ്പനകൾ അവർക്ക് നൽകിയപ്പോൾ എങ്ങനെയാണ് യാഗം അർപ്പിക്കേണ്ടതെന്നും ഏതേത് വിഷയങ്ങൾക്ക് ഏതേത് വിധത്തിലുള്ള യാഗം അർപ്പിക്കണമെന്നും ആ ഓരോ യാഗത്തിന്റെയും പരിപൂർണത എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് വ്യക്തമായിട്ട് അവർക്ക് ഈ പ്രമാണങ്ങളെ എഴുതി കൈകൊണ്ടു. അപ്പൊ അവരത് മോശ അത് വായിച്ചു കേൾപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെ? അത് മുഴുവൻ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ അവർ ഓടി നടക്കും. അവർ അനുഷ്ഠിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അവര് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ പോയി. അവര്
അവരാൽ ആവുന്നിടത്തോളം അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിയാതെ. നമുക്ക് എബ്രായ ലേഖനത്തില് അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യാഗങ്ങൾക്ക് മനുഷ്യനെ സൽഗുണപൂർത്തി വരുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെ യാഗത്തിന് വേറൊരു ഉദ്ദേശശുദ്ധി അവിടെ പറയുകയാണ്. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. 2, ദൈവത്തിൽ നിന്ന് പ്രത്യേക കാര്യങ്ങൾ സാധിക്കാൻ. 3, അവർക്ക് അവരുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാനായിട്ടും അവർ യാഗം അർപ്പിച്ചു. പക്ഷെ ഇവിടെ ഈ യാഗത്തിന് അത് സാധിച്ചില്ല. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടാണ് അവർ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവരർപ്പിച്ച യാഗങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിയാതെ പോയി, അവർക്ക് സാധിക്കാതെ. അപ്പൊ അവിടെ ന്യായപ്രമാണത്തിന്റെ വളരെ പ്രസക്തമായ ഒരു സ്ഥലമാണല്ലോ. അവർ ആ പ്രമാണങ്ങൾ അനുസരിച്ച് വേണമായിരുന്നു അവരുടെ ജീവിതകാര്യക്കൊന്നും ക്രമീകരിക്കാൻ. അവർക്കത് കഴിയാതെ പോയി. അവരെ ആവോളം അവർ ശ്രമിച്ചു, പക്ഷെ അവർക്ക് ആ ഒരു ഫൈനൽ ഇതിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കാതെ. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ അവര് ആ യാഗത്തെ, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട യാഗം ഉറപ്പിച്ചു. ആ യാഗത്തിന് മുമ്പ് അവർക്ക് വ്യവസ്ഥകളോ സ്ഥലകാല പരിമിതികളൊന്നും അവർക്കില്ല. പക്ഷെ ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിന്റെ 19, 20 തുറന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം യാഗം അർപ്പിക്കേണ്ട സ്ഥലം നിയമിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ അതത് സ്ഥലം, ദേവാലയത്തിന്റെ സ്ഥലം നിയമിച്ചു. അപ്പൊ അവർ യാഗം അർപ്പിക്കണമെങ്കിൽ ഇപ്പൊ എവിടെ നിൽക്കും? ദൈവം നിശ്ചയിച്ച സ്ഥലത്ത്, ദൈവം പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് വേണമായിരുന്നു അവർ യാഗം അർപ്പിക്കാൻ. അല്ലാതെ അർപ്പിക്കുന്ന യാഗത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു. ആരാധനയ്ക്ക് അവർ ഉദ്ദേശിച്ച കാര്യസാധ്യമില്ലാതെ പോലെ അവരുടെ മനസ്സിനകത്ത് അർപ്പിക്കുന്ന യാഗത്തെ കുറിച്ചുള്ള സംതൃപ്തി ഇല്ലാത്ത നിലയിലേക്ക് യാഗങ്ങളായി. അപ്പൊ അവിടെ ഈ ദൈവം അവർക്ക് ആദാമിന്റെ കാലത്ത് കായീനോ ഹാവേലോ യാഗം അർപ്പിച്ചപ്പോ ദൈവം ആവശ്യപ്പെട്ടിട്ടല്ല അവർ യാഗം അർപ്പിച്ചത്. അതുപോലെ തന്നെ നോഹ യാഗം അർപ്പിച്ചത് ദൈവം ആവശ്യപ്പെട്ടിട്ടല്ല. എന്നാൽ നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നു യാഗം അർപ്പിക്കാനായിട്ട്. പിന്നത്തതിൽ ഉള്ള യാഗങ്ങളെല്ലാം ദൈവം ആവശ്യപ്പെട്ടിട്ട് നടത്തുന്ന യാഗങ്ങൾ. അപ്പൊ ആ യാഗത്തെ ആരാധനയോട് ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ യാഗത്തെ ആരാധനയോട് ചേർത്താണ് കാണുന്നത്. അപ്പൊ ഈ പഴയ നിയമകാലത്ത് പ്രമാണങ്ങൾ അവരുടെ കയ്യിൽ ലഭിച്ചു. ദൈവം യാഗമർപ്പിക്കേണ്ട സ്ഥലത്തെ നിയമിച്ചു. അപ്പൊ ആ സ്ഥലത്ത് വേണമായിരുന്നു ഒരു യാഗം അർപ്പിക്കാനായിട്ട്. ആ സ്ഥലം, അതായത് യാഗത്തിന് നിയമങ്ങൾ വന്നതോടുകൂടെ യാഗത്തിന് പ്രത്യേകമായ വസ്ത്രധാരണം, യാഗമർപ്പിക്കുന്ന പുരോഹിതൻ, ആ വ്യക്തി മാത്രം വേണം യാഗം അർപ്പിക്കാനായിട്ട്. നോഹ പുരോഹിതനായിരുന്നില്ല, പക്ഷെ നോഹ യാഗം അർപ്പിച്ചു. നമുക്കറിയാം, ശൗലി യാഗം അർപ്പിച്ചത് ദൈവത്തിന് പ്രസാദമായില്ല. ശൗല് നല്ല കാര്യം ചെയ്തത്, രാജാവായിരിക്കുന്നവൻ യാഗം അർപ്പിച്ച് ദൈവത്തിന് പ്രസാദമായി. അപ്പൊ അതുപോലെ തന്നെ, പക്ഷേ നിശ്ചയിക്കപ്പെട്ട വ്യക്തികൾ മാത്രമേ യാഗം അർപ്പിക്കാവുന്ന ന്യായപ്രമാണത്തിന് ശേഷമാണ് വരുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇസ്ഹാക്ക് യാഗം അർപ്പിച്ചു, യാക്കോബ് യാഗം അർപ്പിച്ചു, അബ്രഹാം യാഗം അർപ്പിച്ചു, നോഹ യാഗം അർപ്പിച്ചു, യാഗം കഴിച്ചു, കായീനും ഹാബേലും യാഗം കഴിച്ചു. അവിടെ ഒന്നും അവരെ ഏതെങ്കിലും പ്രത്യേക സ്ഥാനത്ത് നിന്നതുകൊണ്ടായിരുന്നില്ല. അവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ ന്യായപ്രമാണ കാലഘട്ടത്തിൽ യാഗത്തിന്റെ പ്രമാണങ്ങളും വ്യവസ്ഥകളും വന്നതുകൂടെ യാഗത്തിന്റെ വ്യവസ്ഥകളും പ്രമാണങ്ങളും അനുഷ്ഠിച്ച് ചെയ്യുന്ന യാഗത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നൊരു സ്ഥിതി വന്നു. അതോടുകൂടി യാഗം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഭാരം എന്ന് തന്നെ പറയാം, ആ ഒരു നിലയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യാഗത്തിന് പ്രത്യേക സിസ്റ്റം ഉണ്ടായി. അതിന് യാഗം അർപ്പിക്കേണ്ട സ്ഥലം, യാഗം അർപ്പിക്കേണ്ട വ്യക്തി, യാഗം അർപ്പിക്കേണ്ട രീതികളൊക്കെ അവര് വളരെ വളരെ ശ്രദ്ധയോടുകൂടെ അതെല്ലാം നിർവഹിക്കേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് അവരായിട്ട്, അത് നമ്മളെ വചനത്തിൽ കാണും. അപ്പൊ അങ്ങനെ ആ വ്യവസ്ഥകളിലൂടെ അവര് യാഗം അർപ്പിക്കുന്ന ഒരു സീസണിലേക്ക് അവർ വന്ന്, ആ യാഗം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമായി എന്ന് വേണേ പറയാം. അങ്ങനെ ഒരു ആഘോഷമായിരിക്കുന്ന കാലഘട്ടം. ഇപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു യാഗത്തിന്റെ ഉദ്ദേശം, അല്ലെ? അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹാബേലിലും അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അപ്പൊ ആരാധന അല്ലെങ്കിൽ യാഗം ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടായിരുന്നു അവർ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ പ്രസാദിപ്പിക്കാനായിട്ട് അർപ്പിച്ചുകൊണ്ടിരുന്ന യാഗത്തിന് ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. വസ്ത്രധാരണം
യാഗമർപ്പിക്കുന്ന ഒരു വ്യക്തി, ഇതൊക്കെയും. അതുപോലെ തന്നെ യാഗവസ്തുവിനും പ്രസക്തി ഉണ്ടല്ലേ. ഊനമില്ലാത്തതായിരിക്കണം, അതിന്റെ പ്രായം, ഇതെല്ലാം വളരെ വ്യക്തതയോടുകൂടി ദൈവം. അപ്പൊ ഇവരുടെ യാഗത്തിന്റെ സിസ്റ്റം, യാഗത്തിന്റെ രീതി തന്നെ മൊത്തം മാറി നിൽക്കുന്ന ഒരു കാലം. അങ്ങനെ അവർ യാഗം അർപ്പിച്ചവരുടെ കാലഘട്ടങ്ങൾ അവർ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ യാഗത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് സൽഗുണപൂർത്തി വരുത്താനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം: ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. 4-ാമത്തെ വാക്യം: കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ അവിടെ പാപങ്ങളെ നീക്കുവാനോ പാപപരിഹാരം, അതായത് അവർ തെറ്റ് ചെയ്യുമ്പോഴായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കാണ്ട് യാഗം അർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യം സാധിക്കാനായിട്ട് ഒരു യാഗം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ യാഗത്തിന്റെ പ്രസക്തി ആ രണ്ട് കാര്യത്തിൽ നിൽക്കുക. ഇപ്പൊ ഇവിടെ പറയുന്നത് അവരുദ്ദേശിച്ച കാര്യം സാധിച്ചില്ല, യാഗം അർപ്പിച്ചു, പക്ഷെ അർപ്പിക്കുന്ന യാഗം കൊണ്ട് അവർ ഉദ്ദേശിച്ച ഈ ഒരു ഫലം അവർക്ക് കിട്ടിയില്ല. എന്ത് ഫലം? ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതോ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ സാധിക്കുക എന്നതോ സൽഗുണപൂർത്തി വരുത്തുക എന്നോ പാപക്ഷമ എന്നതോ സാധിക്കാതെ പോയി. അവർക്ക് സാധിക്കാതെ പോയി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തില് യേശുക്രിസ്തു, ആരാണ് യേശു? നമുക്കറിയാം. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുക, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക, യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കുക, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുക. ഒരുവൻ രക്ഷിക്കപ്പെടാനായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യം എങ്ങനെയാ പറയുന്നത് അല്ലെ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക, യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കുക. ഇതൊക്കെയാണ് ഒരാളുടെ രക്ഷയുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് നമുക്കറിയാം, പിതാവായ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്നവനായ കർത്താവ് പറഞ്ഞൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് അതിന്റെ 23-24 വാക്യങ്ങളിൽ സത്യനമസ്കാരികൾ ദൈവത്തിനെ, പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. അടുത്ത വാക്യം: ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ അവിടെ ഇതുവരെ സ്ഥലത്തിനും കാലത്തിനും നൽകിയിരുന്ന പ്രാധാന്യം മാറിയിട്ട് ആരാധനയുടെ അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം പ്രമാണത്തെ തിരുത്തി എഴുതുന്നത് കാണാൻ സാധിക്കും. വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ പറയുന്നു, നല്ല കാര്യമാണ്. പക്ഷേ ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് ഒരുവളെ നോക്കുന്നവൻ പാപം ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവിടെ വ്യഭിചാരം എന്തല്ല, പ്രവൃത്തിയല്ല, ചിന്തയാണ് വ്യഭിചാരം. അപ്പൊ പ്രവൃത്തിക്ക് അതീതമായ ചിന്തകളാൽ മനുഷ്യൻ പാപം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അവിടെ അതിന്റെ വിശദീകരണം ഉണ്ടാകും. അതിനോട് ചേർന്ന് വരുന്ന കാര്യം, കൊലപാതകം ചെയ്യരുതെന്ന് നിങ്ങൾ പറയുന്നുള്ളൂ, ശരിയാണ്. പക്ഷെ കൊലപാതകം ചെയ്യുന്നു എന്നത് ഒരു മനുഷ്യനെ അവന്റെ രക്തം ചിന്തി അവനെ ഇല്ലാതാക്കുക എന്നതിനപ്പുറത്ത് അവന് ദേഷ്യപ്പെടുന്നവരെല്ലാം പാപം ചെയ്ത് കഴിഞ്ഞു എന്ന് വചനത്തിൽ പറയും. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത്, നീ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ചിന്തകളാണ് ഇതിനെല്ലാം അടിസ്ഥാനം. നമുക്ക് പിന്നെയും കാണാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ പുറമെ ദുഃഖഭാവത്തിലിരിക്കുക, അതിനല്ല പ്രാധാന്യം. മുഖം കഴുകുക, എണ്ണ തേക്കുക, പക്ഷെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. പരസ്യമായി നിന്നുള്ള പ്രാർത്ഥനകളെ കർത്താവ് അവിടെ വിമർശിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് ഒച്ച വെച്ച് നാട്ടുകാരെ അറിയിക്കുന്നത് നിർത്തുക. അത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചുപോയി. രഹസ്യത്തിൽ ചെയ്യാനാണ്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അപ്പൊ അവിടെ കർത്താവിന്റെ ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്, ചെയ്യുന്ന കാര്യങ്ങളെക്കാളും പ്രസക്തി ചെയ്യുന്ന ആളുടെ മനോഭാവത്തിന്. ആക്ഷൻ അല്ല ഇമ്പോർട്ടന്റ്, ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ എത്ര വലിയ ആക്ഷൻ, എത്ര വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്താലും ആറ്റിറ്റ്യൂഡ് ശരിയില്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല എന്ന് കർത്താവോട് പഠിപ്പിച്ചു. അപ്പൊ കർത്താവോട് വളരെ പ്രാധാന്യത്തോടെ അവരെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ആക്ഷൻ അല്ല ഇമ്പോർട്ടന്റ്, ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ഒരു വിധവയായ സ്ത്രീ ഒരു ഏഴയായ സ്ത്രീ ഒരു ചെറിയ 2 വെള്ളി നാണയങ്ങൾ ഇട്ടപ്പോ കർത്താവ് പറയും, ഇവരെല്ലാരേക്കാളും ഏറ്റവും അധികം അവളാണ് അർപ്പിച്ചത്. മനോഭാവത്തെ കർത്താവോട് പറയുന്നു. അപ്പൊ ആ കർത്താവ് ഇവിടെ പറയുകയാണ്, ആരാധനയുടെ പ്രാധാന്യം ഇനി വസ്തുവകളിലേക്ക് തിരിയാതെ, സ്ഥലമല്ല, ഈ മലയുമല്ല ആ മലയുമല്ല,
പിതാവിനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ പിതാവിനെ, അപ്പൊ പിതാവും പുത്രനുമായുള്ള ബന്ധത്തിലാണ് ആരാധന. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടാണ് ഇതുവരെ നിങ്ങൾ ആരാധന അർപ്പിച്ചതെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ആരാധനയിലൂടെ അല്ല, അതായത് സമർപ്പണങ്ങളല്ല, നിങ്ങൾ കൊടുക്കുന്ന രീതികളല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് നിങ്ങളുടെ മനോഭാവമാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നത് സ്ഥലത്തിലല്ല ആരാധിക്കുന്നത്, ആത്മാവിലാണ് ആരാധിക്കുന്നത്. അതായത് മനോഭാവം. എന്ത് മനോഭാവം? ഞാൻ ആരാധിക്കുന്ന ദൈവം എന്റെ പിതാവാണെന്നുള്ള മനോഭാവത്തെയാണ് അവിടെ എടുത്തു പറയുന്നത്. അതിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4:24. നമുക്ക് അവിടെ കർത്താവ് പറയുന്ന അടുത്തൊരു കാര്യം, ദൈവത്തെ പ്രസാദിപ്പിക്കുക. നമുക്ക് ആ പ്രസാദം എന്ന വാക്ക് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നമുക്ക് യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്കവിടെ വായിക്കാൻ സാധിക്കും. എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ട്, എന്നാൽ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് എടുക്കുന്നു എന്ന് മാത്രം. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, 15-ാം വാക്യം ഇത് ഞാൻ വായിക്കാം. ജനം കാത്തുനിന്നു അവൻ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു. എന്നാൽ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു. ഇത് യേശുവിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് യോഹന്നാൻ. എന്നിട്ട് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്ന കാര്യം 21-ാമത്തെ വാക്യം. ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി. ഈ ശബ്ദത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തില് നമുക്ക് 32-ാമത്തെ വാക്യം, യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നു, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഒരു പഴയ നിയമത്തിൽ യാഗം അർപ്പിച്ച എന്തിനു വേണ്ട? ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്. കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യാണ്, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ യോഹന്നാന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ അടയാളം ലഭിച്ചിട്ടുണ്ട്. ആരിലാണോ ആത്മാവ് വന്ന് വസിക്കുന്നത് കാണുന്നത്, അവനാണ് പരിശുദ്ധാത്മാവിന് തീയിലും സ്നാനം കഴിപ്പിക്കുന്നത്. അപ്പൊ അവിടെ യേശുവിൽ ദൈവം പ്രസാദിച്ചത് എന്നവിടെ പറയുന്നത് തിരിച്ചറിവിലാണ്. എന്ത് തിരിച്ചറിവിലാണ്? ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് പിതാവിന്റെ ഹിതം ചെയ്യാനാണെന്നുള്ള തിരിച്ചറിവ്. പിതാവും യേശുവും ഒന്നാണ് എന്ന തിരിച്ചറിവ്. അപ്പോഴ് അവിടെ ഈ ബാപ്റ്റിസം, സ്നാനം എന്ന് പറയുന്ന യോഹന്നാൻ വെള്ളത്തിൽ മുക്കിയതോ പൊക്കിയതോ ഇതിനൊന്നുമല്ല പ്രസക്തി. യേശുവിന്റെ അകത്തുണ്ടായിരുന്ന മനോഭാവത്തിനാണ് പ്രസക്തി. യേശുവിന്റെ അകത്ത് യോഹന്നാൻ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഞാൻ അങ്ങിൽ നിന്ന് ആ സ്നാനം സ്വീകരിക്കേണ്ടത്, അങ്ങ് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ, ഇപ്പോൾ സമ്മതിക്കാം, അങ്ങനെ സകല നീതിയും നിവർത്തിക്കാം. അപ്പൊ അവിടെ യേശു തന്നെ സമർപ്പിക്കുക യോഹന്നാന്റെ മുമ്പിലാണ് സമർപ്പിക്കുന്നെങ്കിൽ സമർപ്പണ ദൈവത്തിന് മുമ്പിൽ. അപ്പൊ അവിടെ സകല നീതിയും നിവർത്തിക്കുക. അവിടെ യേശുവിലെ ദൈവം പ്രസാദിച്ചു. അപ്പൊ അവിടെ എന്തിനാണ് പ്രസാദം? പിതാവും പുത്രനും ഒരുമിച്ച് നിൽക്കുന്ന, അതായത് താൻ പിതാവിനുള്ളവനാണ്, പിതാവിന്റെ ആത്മാവ് എന്റെ അകത്തുണ്ട്. നമുക്കറിയാം. പിന്നെ നേരെ ദേവാലയത്തിലേക്ക് ചെല്ലുന്നവനായി യേശു ക്രിസ്തു, നമുക്ക് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദരിദ്രമാട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൽ ദൈവം പ്രസാദിക്കുന്നതിന് കാരണം ഇതാണ്. യേശുവിനെ അറിയാമായിരുന്നു, എന്നിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്.
അപ്പൊ ആരാധന, ആ സ്നാനത്തിങ്കൽ ഒരു യാഗം അവിടെ നടക്കുകയാണ്. എന്ത് യാഗമാണ്? ദൈവപുത്രനായത് മനുഷ്യപുത്ര സാദൃശ്യത്തിനായി തീരുന്നു. ആ മനോഭാവം, ആ സാക്രിഫൈസിന് മേൽ ആത്മാവെന്ന ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ആരാധനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ആരാധനയുടെ വസ്തുവകകൾക്കല്ല, ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ ഈ ആരാധന, ഇവർക്ക് അതുവരെയും ഇസ്രായേൽ ജനത്തിന് ആരാധനയുടെ നിയമങ്ങളും ന്യായപ്രമാണവും അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അവരുടെ ആരാധനയിൽ അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. നിയമങ്ങളും ന്യായപ്രമാണവും വ്യക്തമായി അനുഷ്ഠിക്കാനായിട്ട് അവർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടി അവർ ന്യായപ്രമാണവും ആരാധനയും അല്ലെങ്കിൽ നിയമങ്ങളും അനുഷ്ഠിച്ചു വരുന്നവരായ അവരിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വെരി വെരി ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യം, അവർക്കിതൊരു ചടങ്ങായിട്ട്, ഭൗതികമായൊരു അഭിമാനമായിട്ട് അവർക്ക് എന്നതിനപ്പുറത്ത് ദൈവത്തോടുള്ള ബന്ധം. യാഗമുണ്ട്, ദൈവമില്ല. യാഗത്തിന്റെ യഥാർത്ഥമായ സെൻസിലല്ല അവർ യാഗം. അവർക്ക് യാഗമുണ്ട്, ആലയത്തിന്റെ പ്രാധാന്യം വലുതായിട്ട് അവർ പറയും, പക്ഷെ ദൈവമില്ല. അവർ തിരിച്ചറിഞ്ഞില്ല ഞങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അപ്പൊ അവിടെ പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ അവിടെ ആരാധനയുടെ പ്രമാണങ്ങൾക്ക് അതീതമായി ആരാധനയുടെ മനോഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് ആരാധന, യേശുക്രിസ്തു ആരാധനയെക്കുറിച്ച് വ്യക്തമായൊരു ദർശനം നൽകുകയാണ്. ആരാധന എന്ന് പറയുന്നത് നിങ്ങൾ അർപ്പിക്കുന്ന ചടങ്ങുകൾക്കല്ല പ്രാധാന്യം. ഹല്ലേലൂയ. ദൈവവും നിങ്ങളും ഒന്നാണെന്ന് തിരിച്ചറിയുന്നതാണ് ആരാധന. അഥവാ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നിങ്ങൾ യാഗമർപ്പിക്കുന്നതിലല്ല, ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നതിലാണ് ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിക്കുന്നത്. നമുക്ക് എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പൊ ആരാധനയിൽ ഇതുവരെയും ചടങ്ങുകളും അർപ്പിക്കുന്ന മൃഗങ്ങളും ആരാധന അർപ്പിക്കുന്ന ആളുടെ ഡ്രസ് കോഡും സ്ഥലങ്ങൾക്കുമാണ് പ്രാധാന്യമെങ്കിൽ ഇവിടെ പറയുന്നത് ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നിങ്ങൾ യാഗം അർപ്പിക്കേണ്ട, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇനി നിങ്ങൾ യാഗം അർപ്പിക്കേണ്ട, പകരമായി ദൈവം പ്രസാദിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തണമെങ്കിൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചില്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഞാൻ വിശുദ്ധനാകുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കും. അതായത് നിങ്ങൾ വിശുദ്ധരായിട്ട് എന്നെ പോലെ വിശുദ്ധനാകുക എന്നാണ് അർത്ഥത്തിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നിലാണ് നിങ്ങൾ വസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാണെന്ന് തിരിച്ചറിയണം. അതാണ് ആ വാക്യത്തിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാണ്ട് യാഗം അർപ്പിച്ച് ഇവരോട് പറയും, ഇനി യാഗത്തിന് ആവശ്യം വസ്തുക്കളല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാണ്ട് ഇനി വസ്തുക്കളല്ല പ്രാധാന്യം. ഇനി എന്തിനാണ് പ്രാധാന്യം? വിശ്വാസത്തിനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യവും അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കാണ്ട് ഇനി വേറെ ഒന്നും ചെയ്യണം, അയച്ച കർത്താവിൽ വിശ്വസിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ആരാധനയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച സ്ഥലത്തും ദൈവം ആരാധനയെ തിരുത്തി എഴുതി. യേശു ആരാധനയുടെ മറ്റൊരു ഒരു മുഖം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഇനി നിങ്ങൾ ആരാധന കഴിച്ചല്ല പ്രസാദിപ്പിക്കേണ്ടത്, പകരമായി ദൈവം നിങ്ങളെ പ്രസാദിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്താലാണ് ആരാധന ആമേൻ അർത്ഥവത്തായി തീരുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്ന ദാനധർമ്മങ്ങളല്ല നിങ്ങളെ ദൈവം മുമ്പാകെ നിൽക്കുവാൻ പ്രാഗൽഭ്യം തരുന്നത് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. ഇന്ന് ഹല്ലേലൂയ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കയറി ചെല്ലുമ്പോൾ അവനെ യോഗ്യനാക്കുന്നത് കുഞ്ഞാടിന്റെ രക്തമെങ്കിൽ ഇന്ന് നിങ്ങളെയും എന്നെയും പുരോഹിതന്മാരാക്കി, രാജകീയ പുരോഹിതന്മാരാക്കി
ദൈവസന്നിധിയോട്, കൃപാസനത്തോട്, ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലാൻ നിങ്ങളെ എന്നെയും പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര വലിയ പ്രതികൂലങ്ങളെ കൂടെ പോകുന്നവരെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങളെ വാഴുന്നെങ്കിലും, ഞാൻ പറയട്ടെ, വേറെ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ യേശു നിങ്ങളുടെ യോഗ്യതയായി മാറും. ആ ഒരൊറ്റ യോഗ്യത മതി നിങ്ങളൊരു അത്ഭുതമായി തീരാനായിട്ട്. ആരാധന എന്ന് പറയുന്നത് പ്രമാണങ്ങളിലും ആചാരങ്ങളിലും അല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. യേശുവിനെ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, കർത്താവെന്ന് വിശ്വസിക്കുക, അവന്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നെന്ന് വിശ്വസിക്കുക. ആമേൻ. നിങ്ങളുടെ രോഗം ഇപ്പോൾ സൗഖ്യമാകും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടാനായിട്ട് നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ പാപത്തിനോട് യേശു മരിച്ചുവെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ശാപത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. യേശു നിങ്ങൾക്ക് വേണ്ടി ശാപമായി നിങ്ങളെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചെന്ന് വിശ്വസിക്കുക. ആമേൻ. ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് 2 കൊരിന്ത്യർ 8:9 പറയുന്നത്, ആമേൻ, നമ്മുടെ ദാരിദ്ര്യ നിമിത്തം അവൻ സമ്പന്നനായിരുന്നിട്ടും, ആമേൻ, നമ്മുടെ ദാരിദ്ര്യം അവൻ എന്ത് ദരിദ്രനായി തീർന്നു. എന്തിനാ? അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന്. അതെ, എന്റെ സാമ്പത്തിക വിഷയത്തിൽ അവൻ അത്ഭുതം ചെയ്തിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുക. അതാണ് ദൈവത്തിന്റെ പ്രസാദമുള്ള ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ അത്ഭുതം നടക്കുന്ന ഒരു സമയമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, യേശുവിന്റെ നാമത്തെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയെ സേവിക്കുന്നതിലൂടെ, അങ്ങയെ ആരാധിക്കുന്നതിലൂടെ ഞങ്ങൾ അത്ഭുതം പ്രാപിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ, എന്നാൽ അങ്ങയെ സേവിക്കുന്നതും ആരാധിക്കുന്നതും പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണ് നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. പരിശുദ്ധാത്മാവേ, അതിന് യഥാർത്ഥ അർത്ഥം തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽപ്പാനായിട്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളെ പൂർണ്ണമായും ആ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി എന്തെല്ലാമോ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടല്ല, ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവാനായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാനല്ല, പ്രസാദിച്ചു എന്ന് വിശ്വസിക്കാനായിട്ട് ഇവിടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവ്. ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവിക പ്രവർത്തികൾ, അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോട്ടെ. ഈ നിമിഷം അവരിൽ ദൈവികമായ അസാധാരണ പ്രവർത്തികൾ സംഭവിക്കട്ടെ കർത്താവ്, സംഭവിക്കട്ടെ കർത്താവ്. രോഗികളായിട്ട് എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ അടിക്കപ്പെട്ടു എന്നുള്ള അസാധാരണ ബോധ്യത്തിൽ ഈ നിമിഷം തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ. ലാസറിനെ മരിച്ച അവസ്ഥയിൽ 4-ാം ദിവസം എഴുന്നേൽപ്പിച്ചെങ്കിൽ അതേ ജീവന ശരീരങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞായിട്ട് മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.